സ്തോത്രം. സാംസ് 144, സങ്കീർത്തനങ്ങൾ 144 നമുക്ക് വായിക്കാം. അതിൻ്റെ ലാസ്റ്റത്തെ 2 ഭാഗങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 144. എൻ്റെ പാറയാവുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യഹോവേ, മനുഷ്യൻ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത്, മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തു മാത്രം. യഹോവേ, ആകാശം ചായച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും അന്യജാതികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം പാടും. അന്യജാതികളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയാകുന്നു. ഞങ്ങളുടെ കളപ്പുറകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങൾ 1000-1000 10,000 പെരുകട്ടെ. ലാസ്റ്റ് 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ കാലുകൾ ചുമക്കട്ടെ, മതിൽ തുറക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളെ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. Please be seated. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 33 വർഷത്തിനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ എക്സോർട്ടേഷൻ അല്ലെങ്കിൽ സഭയുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ ഇടയായത്. It's the first time I'm having an opportunity like this in after like 33 years. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. I thank God for giving me the opportunity to stand in front of you. ആദ്യമായിട്ടാണ് ട്രാൻസ്ലേഷനും എനിക്ക് എൻ്റെ മുമ്പിലായിരിക്കുന്നതും, അതിനും ദൈവം നന്ദി പറയുന്നു. Thank God for giving me an opportunity to have the translation with me as well today. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്ന വചനത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറയുന്നെങ്കിൽ ദൈവത്തിന് വിരോധമായിട്ടോ അല്ലെങ്കിൽ ബൈബിളിന് വിരോധമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതുമാത്രമല്ല, ചർച്ച കഴിഞ്ഞിട്ട് എന്നെ തിരുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നു. I ask apologies for if I make a mistake today. Please do I ask for apology, and if I did something wrong, you could come to me and go to him and ask for clarification. എനിക്കറിയാം എല്ലാവർക്കും മനസ്സിലായെന്ന്. എനിവേ, I know everyone understood those. ശരി, നമുക്ക് സംഗീതത്തിൽ കിടക്കാം. ഈ 144 സങ്കീർത്തനം എന്ന് പറയുന്നത് വാർ ആൻഡ് പീസ് ആണ്. Let's go to the Psalms, and this is a Psalms about war and peace. ഈ സങ്കീർത്തനം യുദ്ധവും സമാധാനവും ഒരുമിച്ച് കൊണ്ടുവരുന്നു. And this has war and peace at the same time. ദൈവത്തിന്റെ ശത്രുക്കളുടെ നാശവും ദൈവജനത്തിന്റെ സംരക്ഷണമാണ് മെയിനായി സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. And in here we can see the protection that God give to his people and how enemies are destroyed. ഞാൻ വേറൊരു ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. And I just want to emphasis on one more thing, that God will bless us if we worship him. ഇതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, എൻ്റെ പാറയാവുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. In the first verse it says, praise to be the Lord my rock. ദാവീദ് ദൈവത്തിന് ആദ്യമേ സ്തുതിക്കാൻ ദാവീദ് ഈ സംഗീതത്തിൽ കൂടെ ആദ്യമേ ആഗ്രഹിച്ചു. And he wanted to praise God from the start. ദാവീദിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ദാവീദ് യഥാർത്ഥ യുദ്ധങ്ങളും അമ്പുകളും പരിചകളും കവചങ്ങളും എല്ലാം നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്, നമുക്കറിയാം ഈ സംഗീതത്തിൽ കൂടെ. And we know that David is the person who has been trained to go to wars, and he knows how to use all the weapons. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ നമ്മളെ ജീവിതം നോക്കുമ്പോൾ അവിടുന്ന് ഇതുവരെയും ദാവീദിന് ജീവിതത്തിൽ ഇതെല്ലാം യുദ്ധങ്ങളെല്ലാം വലിയൊരു ഭാഗമായിരുന്നു. And we know that from his young age we know that war and going to war is a big part of his life. യുദ്ധമുഖത്തിന്റെ ഇടയിലും ദൈവം അപ്രത്യക്ഷമായ രീതിയിൽ പല പ്രാവശ്യം ദൈവം ദാവീദിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. And we know that God presented himself to David, physically came to him, and non-physically God came and visited David. ഇത് 2-ാം വരുമ്പോഴത്തേക്കും ദാവീദ് പറയുന്നുണ്ട്, ദൈവം എൻ്റെ സ്നേഹനിധിയും
എൻ്റെ കോട്ടയും എൻ്റെ ഉറപ്പുള്ള ഗോപുരവും എൻ്റെ രക്ഷകനും ഞാൻ അഭയം പ്രാപിക്കുന്ന എൻ്റെ പരിചയം എൻ്റെ ജനത്തെ എനിക്ക് കീഴടക്കി തന്നവനും അവൻ തന്നെ എന്ന് പറയുന്നു. And in verse 2 it says, He is my loving God, my fortress, my stronghold and my deliverer, my shield in whom I take refuge, who subdues people under me. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഈ പല ആൻഷ്യൻ്റ് ഇങ്ങനത്തെ പാലസിലൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ വലിയ വാളും പരിചയങ്ങളും അതുപോലെ കുന്തവും നമുക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. And when we go to a castle or a historic museum, we can see the weapons that was used for wars at that time. അതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെവിയാണ്. കാരണം പലപ്പോഴും വെരി ഡിഫിക്കൽട്ട് ആണ് ഒരു സാധനം ഒരാൾക്ക് എടുത്ത് പൊക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ആർക്കും അങ്ങനെ കഴിയത്തില്ല. വി നീഡ് എ ഗുഡ് ട്രെയിൻ. And we know that it's a heavy object and it's not easy to wield it, and we know that the person who wields it should have a proper training to do that. ഇപ്പം ഒരുപാട് വർഷങ്ങൾ കടന്നു, ഇപ്പം ആരും വാളെടുക്കാറില്ല. ഇപ്പം ആരെങ്കിലും വാളെടുത്താൽ തന്നെ ചിലപ്പോൾ നമ്മളെല്ലാം ഓടും. And we know that it's been long time since someone used the sword, and if someone uses it, എന്നാൽ ദാവീദ് ഇവിടെ പറഞ്ഞെല്ലാം നമുക്ക് അവിശ്വസനീയ വിധം എല്ലാം യാഥാർത്ഥ്യമാണ്. And we know that what David says here is actually correct. നമ്മൾ ഇന്ന് പാടിയ നമ്മുടെ പാട്ടിലെല്ലാം പോലും ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം പാട്ടിൽ കൂടെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്നോട് നന്മകളെല്ലാം ദൈവം തന്നു, ഇന്നോളം നടത്തി നമ്മൾ And I know that the worship that we had today was something that I really wanted to speak to you today. നമ്മളെല്ലാവരും, കാരണം നമ്മളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ കൂടെ നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. And we know that we as individuals are fighting a lot of wars in privately. നമുക്കറിയാം ഈ ലോകത്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല. And we all know that our lives is not secure in this world. ഇന്ന് ഐസക് പറഞ്ഞതുപോലെ നമ്മൾ ഈ വർഷത്തിന് 6 മാസം നമ്മൾ കടന്നുപോയി. Just like Isaac brother told, we've been past 6 months of this നമ്മൾ year. പല ബുദ്ധിമുട്ട് കൂടെ, പല ഹൃദയവേദന, നമുക്ക് രോഗങ്ങൾ, നമുക്ക് ഇൻജസ്റ്റിസ്, നമുക്ക് പോരാട്ടം, നമ്മൾ പലതിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. And we have been through a lot of struggles, lot of sickness, and we have came through all lot of experience through these months. പറഞ്ഞ പോലെ ദാവീദിനെ പോലെ നമുക്കും ഒരു അഭയം ആവശ്യമാണ്. And just like in verse 2 it says, we all need a refuge in God. നമുക്ക് ദൈവത്തിന്റെ കരുതലും സുരക്ഷിതം ആവശ്യമാണ്. And we need a loving God and the fortress that he provides. ഈ സങ്കീർത്തനത്തിൽ 146 ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. This is what Psalms 144 says. ഞാനത് ഇംഗ്ലീഷിൽ പറയാം. Blessed is the people whom this is true. Blessed are the people whose God is the Lord. നമുക്ക് ഈ സങ്കീർത്തനം എല്ലാം എപ്പോഴും സമാധാനവും സുഖകരമായ വചനങ്ങളൊന്നും അല്ല ഈ സങ്കീർത്തനം കൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. And we know that when we read the Psalms doesn't fully says about peace and having a quiet life. എന്നാൽ ഇവിടെ അവിശ്വസനീയമായ മാറ്റാനാവാത്ത സത്യം വിളിച്ചു പറയുന്നു. But there is a truth that's lying in deep in that Psalms. ഓരോ ചുവടിലും നമ്മോടൊപ്പം നമ്മുടെ കർത്താവ് ഉണ്ടാകും. And in every step of our way we have God with us. കാരണം നാം അവന്റെ ജനവും അവൻ നമ്മുടെ ദൈവമാകുന്നു. And because we are his people and he is our God. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. And I just want to mention one more thing and finish. ഞാൻ ഇത് വായിച്ചപ്പോൾ ഏകദേശം എനിക്ക് ഒരാഴ്ച സമയം കിട്ടി ഇത് വായിക്കാൻ. When I was reading to prepare for the exhortation, I had 1 week to do it. ഞാൻ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനല്ലായിരുന്നു. But during this time I wasn't faithful to him. പക്ഷേ കുറച്ച് സമയങ്ങൾ മാത്രമേ എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. I only had few moments with God to read about. ആ ലഭിച്ച നിമിഷങ്ങൾ ഈ സംഗീതത്തിൽ കൂടെ എന്നെ ഒരുപാട് എന്നെ ചിന്തിപ്പിച്ചു. But in those moments when I read it, God touched a few parts with it. എനിക്ക് വേണ്ടി എനിക്ക് എന്നാണ് എക്സോർട്ടേഷൻ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ദേവദാസൻ പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു. From the time that pastor told me to do the exhortation, there have been a lot of people who was praying for me. വൈഫ് എന്നും പ്രാർത്ഥനയിൽ ഇതോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. And my wife Karthika, she prays for me every day. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവ നമ്മുടെ എല്ലാവരുടെ ദൈവമാണ്. And we all know that God is our God. അവൻ നമ്മളെ അനുഗ്രഹിക്കും. And he is going to bless us. അവൻ നിങ്ങളുടെ ദൈവമാകാൻ അവിടെ പ്രാർത്ഥിക്കുക. And we should pray that he is our God. എന്നിട്ട് നിങ്ങൾ കഴിയുന്നത്ര അവനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. And we could love and we should love him as much as we can. ഇത് ചെയ്യാൻ നിങ്ങളെ ദൈവം എല്ലാവരും സഹായിക്കും. And God will help us, give us strength to love him unconditionally. ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. And I want to thank once again. എനിക്ക്
ആദ്യമേ നന്ദി പറഞ്ഞ ദേവദാസനാണ്. I want to thank Pastor first. കാരണം എന്നേക്കാൾ ഒരുപാട് കഴിവുള്ളവരുടെ ഉണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഒരു ദിവസം എനിക്ക് വേണ്ടി ഞാൻ തന്നെ പറയണമെന്ന് ദേവദാസൻ എന്നോട് പറഞ്ഞു. I know there are a lot of other capable people, but Pastor gave me the opportunity this Sunday. അതിലുപരി എനിക്ക് അലിൻ ബ്രദറിനോട് എനിക്ക് നന്ദി പറയണം. And I want to thank Alan brother as well, ഇതിൽ ഏറ്റവും കാരണക്കാരൻ അദ്ദേഹമാണ്. because he is the culprit behind it. ഞാൻ മാത്രമല്ല, ഇവിടെ പലരും വരുന്നവർ എല്ലാവരും അലിൻ ബ്രദറിനെ ആയിരിക്കും കാരണക്കാരൻ എന്ന് വിശ്വസിക്കുന്നു. കാരണം അലിൻ ബ്രദർ വന്നപ്പോൾ പറഞ്ഞു, ഫസ്റ്റങ്ങളെ ഇപ്പൊ പുതിയ തലമുറയാണ്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. പുതിയ തലമുറയല്ല, ഞാൻ കുറച്ച് ഏജാണ്, ക്ഷമിക്കണം. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് പുതിയ അവസരങ്ങൾ കൊടുക്കുക എന്ന് അലിൻ ബ്രദർ പാസ്റ്ററിന്റെ ഭവനത്തിൽ ഞങ്ങൾ ആയിരുന്നപ്പോൾ അലിൻ ബ്രദർ പറഞ്ഞു. I know that Alan brother has told Pastor that there are young people coming in, so we should give them the time. അതിന്റെ കൂടെ സിറിയൽ ബ്രദർ നന്ദി പറയുന്നു. I want to thank Syriac as well. നല്ലപോലെ സപ്പോർട്ട് ചെയ്തതിന് അലിൻ ബ്രദറിനെ. He has supported Alan brother to give me this ഒരിക്കൽ job. കൂടെ ഞാൻ എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. Also, I want to thank everyone ഇങ്ങനൊരു അവസരം എനിക്ക് ദൈവം നൽകി തന്നതിനും. for God to give me this എനിക്കൊരു opportunity. ചെറിയ ഒരു കഥയും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ ചോദിക്കുന്നു, അത് താമസിക്കുന്നെങ്കിൽ, ടൈം പോകുന്നെങ്കിൽ. I want to share one small story with you. ഈ കഥ എന്നെ ഒരുപാട് ദൈവം ദൈവം ഒരു മേ ബി ഇൻസിഡന്റ് നടന്നതായിരിക്കാം, ഐ ഡോണ്ട് നോ. ഞാൻ വായിച്ച ഒരു കഥയാണ്. This is a story which I read in the past. ഒരിക്കൽ ഒരു അമ്മ വളരെ തിരക്കായിട്ട് ഓഫീസിലായിരിക്കുന്നു. There is a mother who is in a busy situation. അവരുടെ വീട്ടിൽ അവരുടെ ഒരു കുഞ്ഞും ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. And in her home there's a kid and a maid. ആ കുഞ്ഞ് പെട്ടെന്ന് കുഞ്ഞിന് ഭയങ്കര ഫീവറാണ്. കുഞ്ഞ് പെട്ടെന്ന് വീഴാനിടയായി. And suddenly, because of the fever that he had to fell down. ആ ജോലിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേഗം അതിന്റെ അമ്മയെ വിളിച്ചു. And maid didn't know what to do, and she quickly called the mother. ആ അമ്മയും വളരെ ഭയങ്കര ജോലിയുടെ ഓഫീസിൽ ഭയങ്കര തിരക്കിലായിരുന്നു. And the mother was really busy with the work, and പെട്ടെന്ന് മകളുടെ ഈ ഒരു സംഭവം കേട്ട അമ്മ ആകെ പാനിക്കായി. and she was suddenly panicked when she heard the news from the വേഗം കാർ എടുത്ത് നേരെ ഫാർമസിയിലേക്ക് പോയി. and she took the car immediately and went to the pharmacy. അത് നല്ലൊരു മഴയുള്ള സമയമായിരുന്നു. And it was a rainy day. അതൊരു മിഡ് നൈറ്റ് ആയിരുന്നു. And it's midnight. പെട്ടെന്ന് മരുന്ന് ഷോപ്പിലെ കടയിലെത്തി. And she went to the pharmacy. വേഗം ഷോപ്പിലേക്ക് കയറി മരുന്ന് വാങ്ങിച്ചു. And she went in and got the medicine that he അങ്ങനെ requires. വേഗം മഴ കാരണം എല്ലാം നമ്മളും പലപ്പോഴും നമ്മുടെ തിരക്കിൽ കാരണം ചിലപ്പോൾ നമ്മുടെ പെട്ടെന്ന് ആർക്കെങ്കിലും വയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. And when we have people who are sick and stuff, we sometimes forget the things that we should be doing. പെട്ടെന്ന് കാറിൽ വന്നപ്പോഴത്തേക്കും കാറിന്റെ കീ അകത്ത് ലോക്കായി. കാറിന്റെ കീ അതിൻ്റെ അകത്തായി പോയി. And because she was in urgent situation, she forgot to take the keys out of the car. ആ സമയത്ത് മഴയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് പുള്ളി അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. And the mother is crying because at the time she didn't know what to do because it's raining. പെട്ടെന്നാണ് ഒരു ബൈക്ക് തൊട്ടടുത്ത് വന്ന് നിന്നു. And immediately a bike came and stopped. ഒരു നമ്മുടെ ഇവിടുത്തെ പോലെ ഇവിടെയൊക്കെ നല്ല ടാറ്റു ഒക്കെ ഇട്ട് നല്ലൊരു റൗഡി ലുക്ക്, കുറച്ച് ഒരു ഗ്യാങ് ലുക്ക് ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. And it was a guy who had like a long beard and has tattoo all over his body. പെട്ടെന്ന് അമ്മ പേടിച്ചു. And the mother was really scared at the time. അദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. The man asked the mother, what is the problem? എന്റെ മകള് വയ്യാതെ കിടക്കാണ്, എനിക്ക് എത്ര വേഗം വീട്ടിലേക്ക് പോകണം, ഞാൻ താക്കോല് കാറിൽ എന്റെ അകത്തായി പോയി. And she told that my kid is sick in the home and I've put my keys in the car and locked myself out. വേഗം കാറിൽ വന്നു. പുള്ളി ട്രിക്ക് ഉപയോഗിച്ച് വേഗം കാർ തുറന്നു. And the man went to the car and tried to open the car quickly. പെട്ടെന്ന് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മ പറഞ്ഞു, ദൈവം നിങ്ങൾ അനുകരിക്കും, നിങ്ങൾ നല്ലൊരു മനുഷ്യനാന്ന് പറഞ്ഞു. And because of the happiness, mother told the man that God will bless you and God has sent you here. അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ലൊരു മനുഷ്യനല്ല, ഞാൻ കാർ മോഷണത്തിന് ഞാൻ ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി വരുന്ന ആളാന്ന് പറഞ്ഞു. And he replied saying, I'm not a good person,
I've been in the prison for stealing cars and I just came out. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവം അപ്രതീക്ഷിതമായ രീതിയിൽ പല ആൾക്കാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. And the reason why I told this story is there have been a few people who came to my life at these times. പലപ്പോഴും നമ്മൾ പോലും വിചാരിക്കത്തില്ല ഇത് എക്സ്പെർട്ട് ആണോ എക്സ്പെർട്ട് അല്ല എന്ന്. And at those times we don't know that person who's coming is an expert or പക്ഷെ not. ദൈവത്തിന് നമ്മൾ അറിയാം, ബിക്കോസ് നമുക്ക് എങ്ങനത്തെ ആളാണ് നമുക്ക് വേണ്ടതെന്നും ഏത് സാഹചര്യത്തിലാണ് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ വേണ്ടതെന്ന് ദൈവം നമുക്കറിയാം. But God knows which person you need at the time to get out of that എൻ്റെ situation. ജീവിതത്തിലും ഇതുവരെയും ഈ മൊമെന്റ് വരെയും ദൈവം എന്നെ നടത്തിയത് ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരം തന്നെയായിരുന്നു. And in my life, I know personally that I've been through my life at God's will. ഞാൻ ഇന്ന് ഇവിടെ ഇത് പറയണമെന്നുള്ളതും അതിനു വേണ്ടി ഒരുക്കിയതും ദൈവത്തിന്റെ ഹിതം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. And I believe that this is God's will to come here and stand in front of you to tell the story. മുമ്പോട്ടുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളൂ. അതിലുപരി ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ജോബിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നെന്ന്. I request all of you to pray for me. Also, last week I told everyone about a job that interview that I had. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടെല്ലാം നന്ദി പറയുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നല്ലതായിരുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ആദ്യമായിട്ടാണ് അവരുടെ ഇങ്ങനെ ഒരു വേറൊരു രാജ്യത്ത് ചെന്നൊരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. I know a lot of people in here have prayed for me, and it was the first time that I was having a job interview in an abroad country, and I had it. ഈവൻ ഈ ഇൻ്റർവ്യൂവിന് പോലും എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചതെന്ന് പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് എനിക്ക് അയച്ചു തന്നത്. And I wasn't expecting to apply for this job, but my wife's colleague sent the link to me. ഞാൻ ആ സമയത്ത് 10 പേർക്കുള്ള വേക്കൻസി ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. And at the time I only knew there was only 10 vacant positions. ഞാൻ അപ്ലൈ ചെയ്യുന്നപ്പോൾ പുള്ളി പറഞ്ഞു ഡെഫിനറ്റ്ലി ഡാനിക്ക് ജോലി ലഭിക്കുമെന്ന്. And even before I applied, the person told me that I'm going to get the job. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ എല്ലാം ഹാപ്പി ആയിരുന്നു. എന്നോട് ഞാൻ എന്താണോ പ്രതീക്ഷ ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ് എനിക്ക് ചോദിച്ചതെല്ലാം. And then when I went into the interview, and everything that they asked was the questions that I expected. അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു, എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം. And they told me that after 1 week they are going to tell me when the job's going to start. ഞാനത് പ്രാർത്ഥിക്കും, നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ചോദിച്ചുകൊള്ളുന്നു. And I'm going to pray, and I request everyone here to pray for that. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ദൈവം തക്ക സമയത്ത് നമുക്ക് എല്ലാവർക്കും ദൈവം ഓർക്കും. And definitely we know that God is going to provide us at His time.